ഹായ്, ഞാൻ മുസ്തഫ ജമാൽ വട്ടം. വീട്ടിലെ മക്കളെ വിളിച്ചിരുത്തി മുന്നിലിരുത്തി വാപ്പ പറയുന്ന ചില ഉപദേശങ്ങളുണ്ട്. മക്കളെ, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും നിങ്ങൾ പുറത്തു പോയാൽ വേണ്ടാത്ത പ്രവൃത്തികളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് നിങ്ങളെ വാപ്പാക്കും ഈ കുടുംബത്തിനും അത് മോശത്തരമാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി വിട്ടു നിൽക്കണം എന്നുള്ള ഒരു ഉപദേശം നമ്മുടെ വാപ്പന്മാർ മക്കൾക്കായി നമുക്ക് തരാറുണ്ട്. അതുപോലെയാണ് മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മുസ്ലിം ലീഗിൻ്റെ സാരഥികൾക്ക് നൽകുന്ന ആ ഒരു ഉപദേശം, ഇങ്ങനൊരു നേതാവ് ഏത് പാർട്ടിയിലാണ്? നിങ്ങൾ ജയിച്ചതല്ല, നിങ്ങളെ ജയിപ്പിച്ചതാണ്. ആ ഒരു ബോധ്യം നിങ്ങളിൽ ഓരോ ആളുകളിലും ഉണ്ടാവണം. അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പ്രയാസങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടത്. എന്തൊരു ഉപദേശമാണ്! അതൊന്ന് കേൾക്കാം. സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ വികസനം എന്നുള്ളത് അവന്റെ വീട്ടിന് മുമ്പിലുള്ള കാര്യങ്ങളാണ്. അവന്റെ വീട്ടിന് മുമ്പിൽ അതിന്റെ റോഡുണ്ടോ, അതിന് ഇലക്ട്രിസിറ്റി ഉണ്ടോ, ലൈറ്റ് ഉണ്ടോ, അതിനവരുടെ സ്കൂൾ അവിടെ ഉണ്ടോ, അത് PSC അവിടെ നല്ല വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ തന്നെ സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം വികസനവും മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ എന്നുള്ളതാണ്. അവൻ രാവിലെ എണീച്ചു വന്നാൽ അവന്റെ കൺമുമ്പിൽ കാണുന്ന അവന്റെ പ്രദേശം, ആ പ്രദേശത്ത് ഉള്ള മാറ്റങ്ങളാണ് ഓരോരുത്തരെയും സ്വാധീനിക്കുക. അപ്പൊ ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും. അപ്പൊ ആ കാര്യത്തില് അവന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ ചെയ്യാനുള്ളത്. പിന്നെ വികസനമൊക്കെ വരുമ്പോൾ നമ്മുടെ മണ്ണിനെയും മനുഷ്യനെയും ഓർക്കണം. മനുഷ്യനെ മറന്നുകൊണ്ടുള്ള വികസനത്തിനൊന്നും നിങ്ങൾ കൂട്ടുനിൽക്കരുത്. വികസനം മനുഷ്യനെ ഓർത്തുകൊണ്ട്, മണ്ണിനെയും ഓർത്തുകൊണ്ട്, അത് പ്രകൃതിയെയും ഓർത്തുകൊണ്ട്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥകൾക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള വികസനങ്ങൾ അതിനെ നടപ്പിലെടുത്താനായിരിക്കണം നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നുള്ളതുകൂടി സാന്ദർഭികമായി ഞാൻ ഓർത്തുകയാണ്. നമ്മൾ വികസനത്തിനെതിരല്ല, പക്ഷെ മനുഷ്യനെയും മണ്ണിനെയും ഓർത്തുകൊണ്ടുള്ള വികസനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്താണ്, നാടിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അഴിമതിരഹിതമായ ഒരു ഭരണമാണ് നമുക്ക് മുന്നോട്ട് വെക്കാം. ഇപ്പം നമുക്ക് പറയാം, ഇപ്പം നമ്മൾ ഒരുപാട് നല്ല നല്ല ആൾക്കാരെ ജയിപ്പിച്ചിട്ടുണ്ട്. അവരെയൊക്കെ പരിശോധിക്കുമ്പോൾ, അവരുടെ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ അവരുടെ സേവന മേഖലയിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ച ആ മേഖലയിലൊക്കെ സമ്പൂർണ്ണമായും പെർഫെക്റ്റ് ആയിട്ടുകൊണ്ട് അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അഴിമതിരഹിതമായ ഒരു ഭരണമാണ് മുസ്ലിം ലീഗിന്റെ എല്ലാ ഭരണ മേഖലകളിലും നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്.